കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞിരിക്കുകയാണ്. ചരിത്രം തിരുത്തി കുറിച്ചാണ് 2013 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്രതീക്ഷിതമായുള്ള ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തോടെയായിരുന്നു പുതിയ പാപ്പയായി ഫ്രാൻസിസ് ഒന്നാമൻ എത്തുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയും റോമ രൂപതയുടെ മെത്രാനും വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമാണ് മാർപ്പാപ്പ. സഭയുടെ നേതൃത്വം അപ്പോസ്തലനായ പത്രോസിനെയാണ് യേശുക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഈ സഭാ നേതൃത്വാവകാശം പിന്തുടരുന്നവരാണ് പാപ്പമാരെന്നും കത്തോലിക്കർ വിശ്വസിക്കുന്നു. പാപ്പമാർ പത്രോസിൻ്റെ പിൻഗാമികളാണെന്നുള്ള ഈ വിശ്വാസമാണ് പാപ്പയുടെ അധികാരത്തിൻ്റെ മേലുള്ള വിശ്വാസവും. മരണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയം രാജിവെക്കുന്നതിലൂടെയോ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ സ്ഥാനമൊഴിയുക. മാർപ്പാപ്പയുടെ അഭാവത്തിൽ ചേംബർലൈൻ എന്നറിയപ്പെടുന്ന കർദിനാളിൻ്റെ നേതൃത്വത്തിലുള്ള കർദിനാൾ സംഘം സഭയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നടത്തും. പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് വത്തിക്കാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ഈ സ്ഥാനത്തിന് പറയുന്ന പേര് കാർമെലിൻഗോ എന്നാണ്. ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരലാണ് നിലവിൽ ആ സ്ഥാനം വഹിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് പോപ്പിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചാപ്പലിലേക്കാകും ആദ്യം കൊണ്ടുപോവുക. ആ ഭൗതിക ശരീരത്തെ കാർമെലിൻഗോ സ്ഥാനത്തിരിക്കുന്ന കർദിനാൾ സന്ദർശിക്കും. അവിടെ വെച്ച് കാർമെലിൻഗോ പോപ്പിൻ്റെ പേര് വിളിച്ച് അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിക്കും. പോപ്പ് പ്രതികരിക്കാതിരിക്കുന്നതോടെ പോപ്പിൻ്റെ ഔദ്യോഗിക മുദ്രയായ മോതിരം നശിപ്പിക്കും. മോതിരം നശിപ്പിക്കപ്പെടുന്നതോടെ പോപ്പിൻ്റെ ഭരണകാലം അവസാനിക്കും. ഒപ്പം തന്നെ പോപ്പ് ഉപയോഗിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റുകൾ സീൽ ചെയ്യുകയും പിന്നാലെ വത്തിക്കാനിലെ സഭാ ഭരണ സമിതിയായ കർദിനാൾസ് കോളേജിനെ കാർമെലിൻഗോ പോപ്പിൻ്റെ മരണവിവരം അറിയിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് പോപ്പിൻ്റെ മരണ പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിക്കുക. ചാപ്പലിൽ വെച്ച് കാർമെലിൻഗോ ഒരു വെള്ളി ചുറ്റിക കൊണ്ട് പോപ്പിൻ്റെ തലയിൽ പതിയെ മുട്ടി മരണമുറപ്പിക്കുന്ന ചടങ്ങിനെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട്. എന്നാൽ വത്തിക്കാൻ പലപ്പോഴും ഈ ചടങ്ങ് നിഷേധിച്ചിട്ടുമുണ്ട്. ആധുനിക കാലത്ത് ഈ പാരമ്പര്യ ചടങ്ങുകൾക്ക് മുൻപേ ഡോക്ടർമാർ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പോപ്പിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കും. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പതിവ് പരമ്പരാഗതമായി നിലവിലില്ല. പോപ്പിൻ്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പുരാതന റോമൻ ആചാരപ്രകാരം വത്തിക്കാൻ 9 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കും. പിന്നീട് പോപ്പിൻ്റെ ഭൗതിക ശരീരം ഔദ്യോഗിക വേഷമണിയിച്ച് പൊതുദർശനത്തിനായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വയ്ക്കും. ലോക നേതാക്കളും പ്രമുഖരും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയാകും പോപ്പിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക. പോപ്പുകളുടെ ഭൗതിക ശരീരങ്ങൾ കാറ്റഫാൽക്ക് എന്നറിയപ്പെടുന്ന ഉയർന്ന വേദിയിലാണ് പൊതുദർശനത്തിനായി വയ്ക്കുന്നത്. പാപ്പയുടെ മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കണം. കർദിനാൾമാരുടെ ഡീനാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത്. 91 വയസ്സുള്ള ഇറ്റലിക്കാരനായ കർദിനാൾ ജിയോവനി ബാറ്റിസ്റ്റ റിയാണ് ഇപ്പോൾ ആ സ്ഥാനത്തുള്ളത്. ശുശ്രൂഷകൾ പൂർത്തിയായ ശേഷം വത്തിക്കാൻ ഗ്രോട്ടോസിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് താഴെ ഭൂഗർഭ അറയിലുള്ള കല്ലറയിലാണ് പോപ്പുമാരെ അടക്കം ചെയ്യുന്നത്. എന്നാൽ റോമിലെ സാന്ത മരിയ മാഗിയോർ ബസിലിക്കയാണ് അന്ത്യവിശ്രമ സ്ഥലമായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വെളിപ്പെടുത്തിയിരുന്നു. 3 ലെയറുള്ള പേടകത്തിലാണ് മാർപ്പാപ്പമാരെ സാധാരണമായി അടക്കം ചെയ്യാറുള്ളത്. സൈപ്രസ് തടി, സിങ്ക്, എൽമ തടി എന്നീ 3 ലെയർ കൊണ്ടാണ് പേടകം നിർമ്മിക്കുന്നത്. എന്നാൽ 2 ലെയറുള്ള ശവപേടകം മതി തനിക്കെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപേ വ്യക്തമാക്കിയിരുന്നു. പോപ്പുമാരുടെ ഭരണകാലത്ത് അച്ചടിച്ച നാണയങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭരണവും രേഖപ്പെടുത്തിയ 1000 വാക്കുള്ള റോജിറ്റോ എന്നറിയപ്പെടുന്ന പേപ്പർ ചുരുൾ ഉൾക്കൊള്ളുന്ന ഒരു ലോഹ ട്യൂബും ശവപേടകത്തിൽ നിക്ഷേപിക്കും. പോപ്പിൻ്റെ സംസ്കാരത്തിന് ശേഷം 3-4 ആഴ്ചകൾക്ക് ശേഷം സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവ് എന്ന സമ്മേളനത്തിൽ വെച്ചാണ്
പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രക്രിയയാണ് ഇത്. വോട്ടവകാശമുള്ള കാർഡിനൽസ് കോളേജ് സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടും. സൈദ്ധാന്തികമായി മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസിയായ ഏതൊരു പുരുഷനും മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്താം. ആദ്യകാലത്ത് റോമിനടുത്തുള്ള മുതിർന്ന വൈദികർക്കായിരുന്നു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. എന്നാൽ കഴിഞ്ഞ 700 വർഷങ്ങളായി കോളേജ് ഓഫ് കാർഡിനൽസിൽ നിന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നത്. മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്തുന്നതിന് കർദിനാൾമാർ മറ്റ് കർദിനാൾമാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയോ പരസ്യമായി സ്ഥാനാർത്ഥിത്വ പ്രചാരണം നടത്തുകയോ ചെയ്യില്ല. പകരം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളവരെ വത്തിക്കാൻ കണ്ടെത്തുകയാണ് പതിവ്. വോട്ടെടുപ്പ് ദിവസം പ്രശസ്തമായ സിസ്റ്റൈൻ ചാപ്പൽ അടച്ചിടുകയും കർദിനാൾമാരെ അകത്തേക്ക് കടത്തിവിട്ട ശേഷം പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യും. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ പേപ്പൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ളൂ. ഇത്തവണ 120 പേർ തങ്ങളുടെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിക്ക് രഹസ്യമായി വോട്ട് ചെയ്യും. ഒരു ബാലറ്റിൽ അവരുടെ പേരെഴുതി ആൾത്താരയ്ക്ക് മുകളിൽ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കും. ഒരു സ്ഥാനാർത്ഥിക്കും മാർപ്പാപ്പ ആകുന്നതിനാവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും മറ്റൊരു റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. പ്രതിദിനം 4 റൗണ്ടുകൾ വരെ വോട്ടെടുപ്പ് പോകാം. വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ബാലറ്റുകൾ എണ്ണും. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും എണ്ണിയ ബാലറ്റുകൾ കത്തിച്ചു കളയും. കറുത്ത പുകയാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ മാർപ്പാപ്പയെ കിട്ടിയിട്ടില്ല എന്നർത്ഥം. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബാലറ്റുകൾക്കൊപ്പം രാസവസ്തുക്കൾ ഉപയോഗിച്ച് കത്തിച്ച് വെളുത്ത പുകയുണ്ടാക്കും. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക പുറത്തേക്ക് വന്നാൽ ആഗോള കത്തോലിക്ക സഭാ വിശ്വാസികൾക്ക് പുതിയ തലവനെ കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. പോപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കാർഡിനൽസ് കോളേജിൽ നിന്നുള്ള ഒരു പ്രതിനിധി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന ബാൽക്കണിയിൽ വന്ന് നമുക്ക് ഒരു പോപ്പുണ്ട് എന്നർത്ഥമുള്ള പ്രഖ്യാപനം സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിനിൽ നടത്തും. തുടർന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ഔദ്യോഗിക നാമം സ്വീകരിക്കും. പിന്നാലെ വെളുത്ത കുപ്പായം ധരിച്ച് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് തൻ്റെ ആദ്യ പ്രസംഗം നടത്താൻ ബാൽക്കണിയിലേക്ക് എത്തും. മിക്ക മാർപ്പാപ്പമാരും മരിക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടരും. ആരോഗ്യം ക്ഷയിച്ചതിനാൽ 2013 85 വയസ്സുള്ളപ്പോൾ സ്ഥാനത്യാഗം ചെയ്ത പോപ്പ് ബെനഡിക്ട് 16 600 വർഷത്തിനിടെ സ്ഥാനമൊഴിഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു.